കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, മണിക്കൂറുകളായി നമ്മൾ മലയാളത്തിൽ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ദിയാദനം, ബ്ലഡ് മണി. അപ്പോൾ എന്താണ് ദിയാദനം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. പല ആളുകൾക്കും ബ്ലഡ് മണി, ദിയാദനം എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നു എന്നല്ല, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതിൻ്റെ റെലവൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇസ്ലാമിക ഫിഖ്ഹിലുള്ള കാഴ്ചപ്പാടുകൾ എന്നൊന്നും കൃത്യമായി അറിയാറില്ല. അതിനെ സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിശദീകരണം പരിശുദ്ധ ഖുർആനിൻ്റെയും ഫിഖ്ഹിൻ്റെയും അടിസ്ഥാനത്തിൽ, കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് ഇവിടെ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എമോഷൻസ്, അവൻ്റെ വൈകാരികതക്കല്ല, യഥാർത്ഥത്തിൽ നീതി നടപ്പിലാക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏത് മേഖലയിലെയും ഏറ്റവും അടിസ്ഥാനമായ ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. ആ നീതി വ്യവസ്ഥ ക്രിമിനൽ ന്യായ വ്യവസ്ഥയിലും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളാവട്ടെ, അവിടെ നീതിയാണ്. അനന്തരാവകാശ നിയമമാവട്ടെ, അവിടെയും നീതിയാണ്, എമോഷൻസിനല്ല പ്രാധാന്യം. കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ട പരിഹാരക്രിയകളാവട്ടെ, അവിടെയും ഇസ്ലാം നീതിയാണ് മുന്നോട്ട് വെക്കുന്നത്. അദാലത്തിനെയാണ്, അദിലിനെയാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനുഷ്യർക്കിടയിലുള്ള വ്യവഹാരങ്ങൾപ്പെട്ട ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെ നീതിക്ക് ഏറ്റവും പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് മനുഷ്യൻ്റെ ക്രിമിനൽ നിയമത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരാൾ മറ്റൊരാളുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ തട്ടിയെടുക്കുക, മോഷ്ടിക്കുക, അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യൻ്റെ കുറ്റകൃത്യങ്ങളുണ്ട്. ഓരോ കുറ്റകൃത്യത്തിനും അതിൻ്റേതായ ഹക്കനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായ ശിക്ഷ അവന് ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥ അത് കൃത്യമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് കൊടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ച. അതേസമയം ഒരാൾ മറ്റൊരാളെ കൊലപാതകം ചെയ്തു എന്ന് വിചാരിക്കുക, അവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, അവിടുത്തെ നീതി എന്ന് പറഞ്ഞാൽ കൊന്നതാരാണോ അയാൾ കൊല ചെയ്യപ്പെടുക എന്നതാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ കൊന്നു എന്നിരിക്കട്ടെ, അതിന് സ്വാഭാവികമായിട്ട് അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖിസാസ് എന്നാണ് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറ 178-ാമത്തെ വചനം അത് കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരം പറയുന്നു. ആ ആയത്തിലേക്ക് നമുക്ക് പോകാം. أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏത് മേഖലയിലുമുള്ള കൃത്യമായ നീതിയുടെ ഒരു എക്സാമ്പിളാണിത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ പലപ്പോഴും ഇസ്ലാമിലുള്ള ശിക്ഷാവിധികളൊക്കെ വളരെ ക്രൂരമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ക്രിമിനൽസിനോട് പോലും ഇസ്ലാം കാണിക്കുന്ന ഒരു നീതിയുടെ പക്ഷമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു, നിങ്ങൾക്ക് ഖിസാസ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിൽ ഖത്ല, കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പ്രതിശിക്ഷ വളരെ നിർബന്ധമാണ്. ഒരു തെറ്റ് ചെയ്താൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിലൂടെയല്ല നീതി അവിടെ രൂപപ്പെടുന്നത്. കൊലപാതകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുകാരനാണെങ്കിൽ അവിടെ തിരിച്ചു കൊലപാതകം ചെയ്യലാണ് അതിൻ്റെ കൃത്യമായ നീതി. അവിടെയും പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി സത്യസന്ധമായി തന്നെ അവിടെ ഒരു ഓപ്ഷൻ കൂടി അവിടെ കൊടുക്കുകയാണ്. അതായത് ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തിരിച്ച് കൊല ചെയ്യപ്പെടുക എന്നത് തന്നെയാണ് അവിടുത്തെ നീതി. അത് ഇസ്ലാമിക നീതി വ്യവസ്ഥയിലുള്ള ജഡ്ജിമാർ, ഖാളിമാർ വിധിക്കുകയും അതിൻ്റെ രൂപത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെതായ രീതി. അതാണ്. പക്ഷേ കൊല ചെയ്യപ്പെട്ട ആളുടെ എന്ന് വെച്ചാൽ വിഷയത്തിൽ ഇരയായിട്ടുള്ള വ്യക്തിയുടെ കുടുംബം, ആ കുടുംബം രക്തപ്പണം, അതാണ് ദിയാദനം എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത്, ആ രക്തപ്പണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ഒരു നഷ്ടപരിഹാര തുക എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഇരയുടെ കുടുംബം ആവശ്യപ്പെടുന്ന തുക നൽകിയിട്ട് വേണമെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ പരിശുദ്ധ ഇസ്ലാം അവിടെ മുന്നോട്ട് വെക്കുകയാണ്. ഇനി എന്താണ് ഖിസാസ് എന്ന് നോക്കാം. ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൊലപാതകമോ മറ്റു പ്രവർത്തനങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായി തിരിച്ചു കൊടുക്കുന്ന ശിക്ഷയാണ് പ്രതിശിക്ഷ എന്ന് പറയും. ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി തിരിച്ച് ഇദ്ദേഹത്തെ കൊല്ലുക എന്നത് അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിൻ്റെ ഖാളിമാരും അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നീതിന്യായ വ്യവസ്ഥയാണത് വിധിക്കുന്നത്. സാധാരണക്കാർക്ക് അതിൽ ഇടപെടാനുള്ള ഓപ്ഷനില്ല. രണ്ടാമത്തത് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇരയുടെ കുടുംബം ക്ഷമിക്കുകയാണെങ്കിൽ അത് കൊലപാതക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. കൊല ചെയ്യപ്പെട്ട ആളുടെ ഫാമിലി
ക്ഷമിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും പൈസ അത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിനു പകരമായി ഈ കൊലപാതകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ അഫ്വ് ചെയ്തു തരാം, മാപ്പ് ചെയ്തു തരാം, അങ്ങനെയാണെങ്കിലും അവിടെ മോചിപ്പിക്കപ്പെടും. അതിനെയാണ് ദിയാധനം എന്ന് പറയുന്നത്. എന്താണ് ഈ ദിയയുടെ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് പലരും ചിന്തിക്കും. ക്രൂരമായ കൊലപാതകം സംഭവിച്ച ആൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള, നാടുകൾ തമ്മിലുള്ള, മനുഷ്യർക്കിടയിലുള്ള വൈരവും വൈരാഗ്യവും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഇങ്ങനൊരു സമാധാനപരമായിട്ടുള്ള ഉടമ്പടി പരിശുദ്ധ ഇസ്ലാം വെച്ചതാണ്. അവിടെ ഇങ്ങനെ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് അവരെ കൊലപാതക ശിക്ഷയിൽ നിന്ന് മാറ്റിക്കൊടുക്കുകയും പിന്നെ അത്തരം വിഷയങ്ങളൊക്കെ അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമാധാനപരമായ, ഇത് ഇന്ത്യ രാജ്യത്ത് പോലത്തെ സെക്യുലർ ഡെമോക്രാറ്റിക് മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും ഇത് അപ്ലിക്കബിൾ അല്ല. ഇവിടെ നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന ക്രിമിനൽ നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതാത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ. പക്ഷേ ചില നാടുകളൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ഭരണവ്യവസ്ഥ ഫോളോ ചെയ്യുന്നവരുണ്ട്. യമൻ, പല രാജ്യങ്ങളുണ്ട്. അവിടുത്തെ നിയമമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക ഭരണ സംഹിത ഒരു രാജ്യത്ത് നിലനിൽക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയാണ് അവിടെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനും ഫിഖ്ഹും സുന്നത്തും ഒക്കെ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊന്നവനെ കൊല്ലണം എന്ന നിയമം. അത് സാധാരണക്കാർക്ക് കൊല്ലാനോ സാധാരണക്കാർക്ക് വിധി നടപ്പിലാക്കാനോ ഓപ്ഷനില്ല. നമ്മുടെ നാട്ടിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സാധാരണക്കാരല്ല അതിൻ്റെ നിയമം നടപ്പിലാക്കുന്നത്. നമ്മുടെ നാടുകളിൽ കോടതിയുണ്ട്, അല്ലെങ്കിൽ ജില്ലാ കോടതിയുണ്ട്, കുടുംബ കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, ഏറ്റവും മേലെ നമ്മുടെ സുപ്രീം കോടതിയുണ്ട്. ഇങ്ങനെ നീതി വ്യവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുക. എന്നാൽ ഇസ്ലാമിക, നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക വ്യവസ്ഥിതി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ഖാലിമാര് എന്ന് പറയാം, ഖാലിമാര്, നീതി, ഹാക്കിം, അങ്ങനെ കൃത്യമായി ഈ വിഷയത്തിലൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അതിന് കൃത്യമായി അന്വേഷിച്ച് തെളിവുകളുടെ സാക്ഷിമൊഴികളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ കുറ്റം വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊന്നവനെ കൊല്ലുക എന്നതാണ് അവിടുത്തെ നിയമം. ഇനി അതിനാണ് ഖിസാസ് എടുക്കുക എന്ന് പറയുന്നത്. ഖിസാസ് എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ടവന്റെ ഇരയുടെ കുടുംബം അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇച്ചിരി പൈസ തന്ന, അല്ലെങ്കിൽ അതിനൊരു കണക്ക്, ആ ഒരു പറയുന്ന പൈസ തന്നുകൊണ്ട്, ബ്ലഡ് മണി തന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്ന് ഊരാം, ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഈ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെട്ടവന്റെ ഇരയുടെ കുടുംബം ക്ഷമിക്കുകയും അവര് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ഹാക്കിമിന്റെ അല്ലെങ്കിൽ ഖാദിയുടെ, ഈ വ്യവസ്ഥിതി നീതി നിയമം നടപ്പിലാക്കുന്ന കോടതിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ, അതായത് ഈ ഇരയുടെ കുടുംബമാണ് അത് തീരുമാനിക്കുന്നത്, ആ ഇരയുടെ കുടുംബം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ ആ പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് അനുവദിക്കുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും എന്ന ഒരു നിയമം. അതൊരു സമാധാനപരമായ ഒരു നീതിയുടെ ഭാഗമാണ് ഇവിടെ ഇസ്ലാം നിയമസംഹിതയിൽ കൊടുക്കുന്നുണ്ട്. അത് ഗോത്രങ്ങൾക്കിടയിലും ബന്ധങ്ങൾക്കിടയിലും പരസ്പരം വൈരാഗ്യം കാലങ്ങളോളം നിലനിൽക്കാതിരിക്കാനുള്ള ഒരു ഹെക്മത്തിൻ്റെ കൂടി ഭാഗമാണ് അത്തരത്തിലുള്ള നിയമം ഇസ്ലാമിക ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമ വ്യവസ്ഥിതിയിൽ കൊണ്ടുവരുന്നത്. ഇപ്പം നിമിഷപ്രിയയുടെ ആ ഒരു കൊലപാതകം, ആ കൊലപാതകം സംഭവിച്ച തലാൽ, ആ തലാലിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ രക്തബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഉപ്പയോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിനോട് ഞങ്ങൾ ദിയാദനം സ്വീകരിച്ചുകൊണ്ട്, അതാണ് നിങ്ങൾ നിരന്തരം ദിയാദനം അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് കേൾക്കുന്നത്, അത് സ്വീകരിച്ച് ഞങ്ങളത് മാപ്പ് ചെയ്ത് തരികയാണ്, ഞങ്ങളതിനെ അഫ്വ് ചെയ്യാണ്, ആ കൊലപാതകത്തെ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് ആ ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാം. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദിയാദനം എന്ന സംഗതി. അതിലാരും ഇസ്ലാമിൽ ഇങ്ങനെ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ടതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അതാണ്. അത് ഒരു നീതി വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. പരസ്പരം വൈരവും രക്തച്ചൊരിച്ചിലും പരിപാടികളൊക്കെ കുറേ കാലഘട്ടം അല്ലെങ്കിൽ ഗോത്രങ്ങൾക്കിടയിൽ എന്നെന്നും വൈരാഗ്യം ഒക്കെ പേരിൽ കുറേ നാളുകൾക്കിടയിൽ മനുഷ്യർക്കിടയിലുള്ള ഈ ബദ്ധശത്രുത നിലനിൽക്കാതിരിക്കാനും അതാണ് അതിൻ്റെ ഒരു ബേസിക്. അതാണ് ഈ ദിയാദനം എന്ന് പറയുന്നത്. അവിടെ ഇസ്ലാമികമായിട്ടുള്ള നിയമസംഹിത വളരെ കൃത്യമാണ്, സത്യസന്ധമാണ്, നീതിയാണ്. ഒരിക്കലും അത് ക്രൂരതയോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ഒന്നുമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.